മനുഷ്യജീവൻ എടുക്കുന്ന ചൂട്ടാട് സമുദ്രതീരം. അധികൃതരുടെ അനാസ്ഥ കാരണം മരണനിരക്ക് ഉയരുന്നു. സ്ഥിരം ലൈഫ് ഗാർഡിനെ നിയമിക്കാതെ പാർക്ക് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. കണ്ണൂർ 1 പഴയങ്ങാടി ബ്യൂറോയിൽ നിന്ന് MT നാസർ തയ്യാറാക്കിയ വാർത്തയിലേക്ക്. പ്രതിദിനം നൂറുകണക്കിന് സന്ദർശകർ എത്തുന്ന ജില്ലാ ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ചൂട്ടാട് ബീച്ചിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഉള്ളത്. കടലും പുഴയും ഒന്നിച്ചു ചേരുന്ന പുതിയ വളപ്പ് ചൂട്ടാട് അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ബീച്ച് അപകടം പതിയിരിക്കുന്ന മേഖലയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നിരവധി ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത്. ഏറ്റവും ഒടുവിലായി 13 വയസ്സുകാരൻ ബീച്ചിൽ കുളിക്കുമ്പോൾ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടിരുന്നു. കൂടാതെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ വള്ളം മറിഞ്ഞ് ബീച്ച് റോഡ് സ്വദേശി പൈതലേൻ ജോൺ എന്ന മത്സ്യത്തൊഴിലാളിയും മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇതാ കർണാടക മടിക്കേരി സ്വദേശിയായ 23-കാരന്റെ മരണവും. പലപ്പോഴും അപകടമുഖത്ത് നിന്നും നാട്ടുകാരുടെ അവസരോചിത ഇടപെടലുകളിലൂടെയാണ് നിരവധി ജീവനുകൾ രക്ഷിക്കാനായത്. സന്ദർശകരുടെ സുരക്ഷയ്ക്കായി യാതൊരു സംവിധാനങ്ങളും ഇല്ലാതെയാണ് ബീച്ച് പ്രവർത്തിക്കുന്നത്. സ്ഥിരം ലൈഫ് ഗാർഡുകളോ അപായ സൂചന ബോർഡുകളോ സ്ഥിരം പോലീസ് പെട്രോളിംഗോ ഈ ബീച്ചിൽ ഇല്ല. ദൂരദിക്കുകളിൽ നിന്നും എത്തുന്ന സന്ദർശകർ അപകടം മനസ്സിലാകാതെ കടലിലിറങ്ങുന്ന കാഴ്ച സർവ്വസാധാരണമാണ്. വളരെ ശക്തമായ അടിയൊഴുക്കുള്ള കടൽ ഭാഗമാണ് ഇവിടെ. കർശന പോലീസ് സാന്നിധ്യം ഇല്ലാത്തതിനാൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായിട്ടുണ്ട്. ഇത് പലപ്പോഴും നാട്ടുകാർക്കും സന്ദർശകർക്കും വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. പലപ്പോഴും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനാൽ റോഡപകടങ്ങളും പതിവാണ്. പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരങ്ങൾ ആവശ്യപ്പെട്ട് നാട്ടുകാർ കണ്ണൂർ ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് പരാതി നൽകിയതിനെ തുടർന്ന് താൽക്കാലികമായി പയ്യാമ്പലത്തുള്ള ഒരു ലൈഫ് ഗാർഡിനെ നിയമിച്ചെങ്കിലും അതും ഇപ്പോൾ ഇല്ല. സ്ഥിരമായി ലൈഫ് ഗാർഡിനെ നിയമിക്കാതെ പാർക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. ഇന്ന് രാവിലെ 10 മണിയോടെ ചൂട്ടാട് ബീച്ച് പാർക്കിൽ ശബരിമല ദർശനം കഴിഞ്ഞു വരുന്ന കർണാടക മടിക്കേരി സ്വദേശികളായിട്ടുള്ള 20 അംഗ സ്വാമിമാര് ചൂട്ടാട് ബീച്ച് പാർക്കിലെത്തുകയും കടലിൽ കുളിക്കുകയും 2 പേര് അപകടത്തിൽപ്പെടുകയും ഒരാൾ മരണപ്പെടുകയും ഉണ്ടായി. വാസ്തവത്തിൽ ചൂട്ടാട് ബീച്ച് പാർക്ക് വന്നതിന് ശേഷം DTPCയോട് നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യമാണ് ലൈഫ് ഗാർഡിനെ നിയമിക്കുക എന്നുള്ളത്. 3 വർഷം മുന്നേ ബക്കളത്തുള്ള വിദ്യാർത്ഥികൾ വന്നപ്പോൾ സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി മരണപ്പെടുകയും അതിന്റെ ഭാഗമായി തന്നെ DTPCയുടെ ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ കലക്ടറെയും DTPC സെക്രട്ടറിയെയും കണ്ട് ലൈഫ് ഗാർഡിന്റെ ആവശ്യകത ഉന്നയിക്കുകയും അതിനുശേഷം ലൈഫ് ഗാർഡിനെ നിയമിച്ചു എന്ന് പറഞ്ഞത് ഒരാഴ്ച കാലമല്ലാതെ ലൈഫ് ഗാർഡ് ചൂട്ടാട് പ്രദേശത്ത് വന്നില്ല. നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സൈൻ ബോർഡ് വെച്ചു കഴിഞ്ഞാൽ പോലും ജനങ്ങൾ നോക്കാതെ കടലിൽ ഇറങ്ങുന്ന ഒരവസ്ഥയാണ്. ഇതിനൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ തന്നെ ലൈഫ് ഗാർഡിനെ നിയമിക്കുക എന്നല്ലാതെ മറ്റൊരു പോംവഴിയില്ല. ഇത് കൃത്യമായി DTPC ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാണ് അറിയിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. CNC പരിചയസമ്പന്നരായ ലാബ് ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടത്തിൽ ടെസ്റ്റുകൾ നടത്തി കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ബയോകെമിസ്ട്രി, ഓട്ടോമാറ്റിക് സാമ്പിൾ കളക്ഷൻ, ഹീമറ്റോളജി, ബ്ലഡ് സിറം സെപ്പറേറ്റർ, Cobus E411 hormone checking machine, X-ray clinic, വിദേശ നിർമ്മിത അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മെഡിക്കൽ ലാബ്, CNC ഹൈടെക് ലാബ്. We care your health. പഴയങ്ങാടി, കണ്ണൂർ.